ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സിലെയും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് പ്രോഫിറ്റബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. കാരണം റിസ്ക് കൂടുതലുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ദി റിസോഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ റിസോഴ്സസിനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ദി റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഇൻ ദി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ടു ജനറേറ്റ് പ്രോഫിറ്റ്. ഓക്കെ, അതായത് പ്രോസസ് ഓഫ് സെലക്ടിങ് ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ വിച്ച് ആർ വർത്ത് വെൽ ടു ഇൻവെസ്റ്റ് അവൈലബിൾ ഫണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കൺസിസ്റ്റിംഗ് പ്ലാനിംഗ് ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് അവൈലബിൾ ക്യാപിറ്റൽ ഫോർ ദി പർപ്പസ് ഓഫ് മാക്സിമൈസിങ് ദി ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദി ഫേം എന്നുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതിൻ്റെ ഡെഫിനിഷൻ. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റഡ് ഇൻ ലോങ് ടേം ആക്ടിവിറ്റീസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ കേസിൽ ലോങ് ടേം ആക്ടിവിറ്റീസിലാണ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അതേപോലെ ഇറ്റ് ഇൻവോൾവ്സ് ലാർജ് ഔട്ട്ലേ. ഓക്കെ, നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ആവശ്യമായിട്ട് വരുന്നു. കറണ്ട് ഫണ്ട്സ് ആർ എക്സ്ചേഞ്ച്ഡ് ഫോർ ഫ്യൂച്ചർ ബെനിഫിറ്റ്. ഇവിടെ നമ്മൾ ഫണ്ട് ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഫ്യൂച്ചറിലാണ് അതിൻ്റെ ഏർണിങ്സ് വരുന്നത്. അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ ഫ്യൂച്ചർ. കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ഡിഗ്രി ഓഫ് റിസ്ക്. ലോങ് ടേം ഡിസിഷൻ ആയതുകൊണ്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു റിസ്ക് കൂടുതലുള്ളതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഒന്നാമത്തതാണ് പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊജക്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് സെർച്ച് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത് വരുന്നത് എന്താണ്, പ്രൊജക്റ്റ് സ്ക്രീനിങ് ആണ്. പ്രൊജക്റ്റ് പ്രൊപ്പോസലിനെ കണ്ടെത്തി അത് നമുക്കെന്താണ്, ടെക്നിക്കലി ഫീസിബിൾ ആണോ, അതിന് റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആണോ, അതേപോലെ റിട്ടേൺ ഒക്കെ ആഡിക്വേറ്റ് ആണോ എന്ന് പരിശോധിക്കുന്നതാണ് ആ പ്രൊജക്റ്റിൻ്റെ സ്ക്രീനിങ് നടത്തുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആണ്. അതായത് ഓരോന്നിൻ്റെയും പ്രോഫിറ്റബിലിറ്റി, ഓരോ പ്രൊജക്റ്റിൻ്റെ നമ്മൾ കുറേ അവൈലബിൾ പ്രൊജക്റ്റുകൾ, പ്രൊപ്പോസലുകൾ കണ്ടെത്തി ഓപ്പർച്യൂണിറ്റീസ്, അതിലെല്ലാത്തിൻ്റെയും പ്രോഫിറ്റബിലിറ്റി നമ്മൾ അളക്കുകയാണ്, ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. അടുത്ത വരുന്നത് എന്താണ്, പ്രൊജക്റ്റ് സെലക്ഷൻ ആണ്. ഓക്കെ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലിന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് സ്റ്റേജിൽ, പ്രൊജക്റ്റ് സെലക്ഷൻ എന്നത് സ്റ്റേജിൽ ചെയ്യുന്നത്. ഇനി പ്രൊജക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. പ്രൊജക്റ്റ് സെലക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഫണ്ട് ഓരോന്നിലേക്കും ആ പ്രൊജക്റ്റിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് സ്റ്റേജിൽ പെർഫോമൻസ് റിവ്യൂ ആണ്. അതായത് നമ്മൾ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് ബഡ്ജറ്റഡ് എസ്റ്റിമേറ്റുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്തുകൊണ്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന സ്റ്റേജാണ് പെർഫോമൻസ് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ അറിയേണ്ട മറ്റൊരു ടേമാണ് PBP അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്.
പേ ബാക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് റിക്വയർഡ് ടു റിക്കവർ ദി ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന തുക, ഇപ്പോൾ സപ്പോസ് 1 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ 1 ലക്ഷം നമുക്ക് തിരിച്ച് കിട്ടാൻ എടുക്കുന്ന ടൈമിനെയാണ്, അതായത് നമുക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടിക്കൊണ്ട് ക്യാഷ് ഇൻഫ്ലോയിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു 1 ലക്ഷം കവർ ചെയ്യാൻ എടുക്കുന്ന പീരീഡിനെ നമ്മൾ എന്ത് പറയും? പേ ബാക്ക് പീരീഡ്. ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ടൈം ഓർ പീരീഡ് ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ്, മറ്റൊരു ടേമാണ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിൽ നമ്മൾ പഠിക്കുന്ന ടെക്നിക്സുകൾ അല്ലെങ്കിൽ മെത്തേഡ്സുകളാണ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ മെത്തേഡ്സുകളാണ്. അത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ARR എന്ന് പറഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് പ്രോഫിറ്റ് ഏൺഡ് ഓൺ ദി എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ്. ഇവിടെ നമുക്ക് കിട്ടിയ പ്രോഫിറ്റിനെ പെർസെൻറ്റേജ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ARR അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോഫിറ്റ് ഏൺഡ് on the amount of investment proposal is expressed in terms of percentage. ഓക്കെ, ദ നെക്സ്റ്റ് ടേം ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് പ്രസൻറ്റ് വാല്യൂ ടേബിൾ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രസൻറ്റ് വാല്യൂയിലേക്ക് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് നമ്മൾ പേ ബാക്ക് പീരീഡ് കാണുന്നു. ഓക്കെ, പീരീഡ് ഓഫ് ടൈം റിക്വയർഡ് ടു റിക്കവർ ഇനീഷ്യൽ ഔട്ട്ലേ ഓൺ ദി പ്രൊജക്റ്റ് അസർട്ടൈൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ് മറ്റൊന്ന് വരുന്നത്, NPV എന്ന് പറയും. NPV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. NPV is the differences between total present value of cash inflow and total present value of cash outflow. അതായത് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്നും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് എന്ത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് റേഷ്യോ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് നോൺ ആസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നെക്സ്റ്റ് വൺ ആണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ IRR എന്ന് പറയുന്നത്. IRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിട്ടേൺ അറ്റ് വിച്ച് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഈക്വൽ ടു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആകുന്ന റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മളെന്ത് പറയുക? IRR അല്ലെങ്കിൽ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ടേമാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് സെൻസിറ്റിവിറ്റി അനാലിസിസ് എക്സാമിൻ ഹൗ സെൻസിറ്റീവ് ദി NPV ഈസ് ടു ചേഞ്ച് ഇൻ കീ വേരിയബിൾസ്. അതായത് ബിസിനസ്സിൽ ഉണ്ടാകുന്ന ചില വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം NPVയിൽ എത്രത്തോളം മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ത് ചെയ്യുന്നത്? സ്റ്റഡി ചെയ്യുന്നത്. ഉദാഹരണം തരുമ്പോൾ ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ സെയിൽസ് വോളിയം, വേരിയബിൾ കോസ്റ്റ്, പ്രൊജക്റ്റ് ലൈഫ്, ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം NPVയിൽ എന്ത് മാറ്റം ഉണ്ടാക്കുന്നു? അതായത് ഇപ്പോൾ സ്മോൾ ചേഞ്ച് ഇൻ വൺ ഫാക്ടർ റിസൾട്ട് ഇൻ മേജർ ചേഞ്ച്. ഒരു ചെറിയ മാറ്റം, ഒരു ഫാക്ടറിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പ്രോഫിറ്റിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ആ ഒരു പ്രൊജക്റ്റ് എന്താണ്? സെൻസിറ്റീവാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസിൽ പറയുന്നത്. ഇത്രയും ടേംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക എക്സാമിന്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.